അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം നമുക്ക് സന്തോഷം ലഭിക്കാൻ പുണ്യമാക്കപ്പെട്ട ഒരു അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ സുന്ദരമായ ഒരു ദുആയുണ്ട്. ദുആയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദുആയുടെ പവർ എത്ര വലുതാണ് എന്ന്. പലരും ആ ദുആയുടെ അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ രഹസ്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവരായിരിക്കും, അല്ലേ? അപ്പോൾ ഈ ദുആയുടെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വ്യത്യസ്തതരമായിട്ടുള്ള ദുആകളുണ്ടോ അതൊക്കെയും പഠിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അങ്ങനെ ഒരു ദുആയും ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അള്ളാഹു നമ്മേക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരട്ടെ. രോഗങ്ങൾ മുഴുവനും അള്ളാഹു അവൻ്റെ മഹദ് ഫള് കൊണ്ട് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഒരു മാസത്തിൽ നല്ല രൂപേണ ജീവിക്കാൻ അവസരം നൽകി എത്ര ഹംദു പറഞ്ഞാലും എത്രത്തോളം സ്തുതിച്ചാലും നമുക്കത് മതിയാവുകയില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരണത്തിൽ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കാറുണ്ട്. കമൻറ്റ് സെക്ഷനുകൾ എടുത്തു നോക്കിയാൽ ഉസ്താദെ ഒരുപാട് വിഷമങ്ങളുണ്ട്, ദുആ ചെയ്യണമെന്ന് അറിയിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം റബ്ബ് തആല സന്തോഷം കൊടുക്കട്ടെ, സമാധാനവും സംതൃപ്തിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടമാണ് ഉസ്താദെ, പലരുടെയും വിഷമം കടമെന്നാണ്, അല്ലേ? കടങ്ങൾ, ലോണ്, വീട് വെച്ച് കടം തരാൻ കിട്ടാനുള്ള പൈസ, ഇങ്ങനെ അടക്കം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും ആ കടത്തിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി റബ്ബ് തആല കൊടുക്കട്ടെ. സാമ്പത്തികമായ വിഷമങ്ങൾക്ക്, സാമ്പത്തികമായ പരാധീനതകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നിന്നൊരു പരിഹാരം അല്ലാഹു തആല കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കാൻ പോകുന്ന സുന്ദരമായ ഒരു ദുആയുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ അറിയാമോ? ദുആ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനിൻ്റെ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ദുആ എന്ന് പറഞ്ഞാൽ മുഅ്മിനിൻ്റെ ആയുധമാണ്. ഏതൊരു കാര്യത്തിൽ നിന്നും തടുത്തു നിർത്താൻ കഴിയുന്ന, ഏതൊരു അപകടം വന്നാലും, മുസീബത്ത് മുന്നിൽ കടന്നു വന്നാലും, ഏതൊരു പേടിപ്പെടുത്തുന്ന ഒരു അക്രമം മുന്നിൽ കടന്നു വന്നാലും ആ അക്രമങ്ങളെയൊക്കെ ചെറുത്തു നിൽക്കാൻ കഴിയണമെങ്കിൽ ദുആ കൊണ്ടാണ് ഒരു മുഅ്മിനിന് സാധിക്കുക എന്ന് നമുക്കറിയാം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു സുന്ദരമായൊരു ദുആ നമുക്ക് പഠിക്കാം. ഈ ദുആയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വർഷം നമുക്ക് സന്തോഷം ലഭിക്കാൻ, ഈ ഒരു വർഷം മുഴുവനും അല്ലാഹു തആല നമുക്ക് സന്തോഷം തരും. ഇത് ആര് പഠിപ്പിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ? മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയില്ല. ഹദ്ദാദ് റാത്തീബൊക്കെ നമ്മൾ ഓതുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്. ഹദ്ദാദ് റാത്തീബ് എന്താണെന്ന് നമുക്കറിയല്ലോ. അത്ഭുതത്തിൻ്റെ കലവറകൾ നിറഞ്ഞ ദിക്റുകളാൽ ക്രോഡീകരിക്കപ്പെട്ട സുന്ദരമായൊരു റാത്തീബാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. ഈ ഹദ്ദാദ് റാത്തീബിൻ്റെ അമരക്കാരനായ ഇമാമുന ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഹബീബ് അഹമ്മദ് ബിൻ സെയ്ദ് അൽ ഹബശി റളിയല്ലാഹു തആല അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുത്ത സുന്ദരമായ ദുആയാണ്. മഹാനവറുകളാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ ദുആ ദിവസവും നമ്മൾ കൊണ്ട് എത്രയാണോ ഓതാൻ കഴിയുന്നത്, ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് റബ്ബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തിയിട്ട് ഈ ദുആ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വലിയ നേട്ടമാണ് പ്രിയപ്പെട്ടവരെ. ഈ നേട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാൻ കഴിയില്ല, അത്രത്തോളം വലിയ നേട്ടമാണ്. ഈ നേട്ടത്തെ ഒന്ന് നമുക്ക് വിശദമാക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കാര്യം അത്രയധികം സന്തോഷത്തിൻ്റെ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്നുള്ളതാണ്. ഏതായാലും ഒരു വർഷം ഇന്ന് നമ്മൾ ചൊല്ലിയാൽ ഇന്നത്തെ ദിവസം പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മാസം നമ്മൾ ചൊല്ലുകയാണ്, ഈ മാസം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷം മുഴുവനും ചൊല്ലുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും, ഒരു പ്രാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ പുണ്യമാക്കപ്പെട്ട ദുആ ഒന്ന് ചൊല്ലുക പ്രിയപ്പെട്ടവരെ. ഏതാണ് ആ ദുആ എന്ന് ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് ചെയ്യുക, എഴുതിയെടുത്താണെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഇത് പഠിക്കുക. ദിവസവും ഇത് ഓതി മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آله وصحبه وسلم. اللهم يا من ختمت النبوة والرسالة بسيدنا محمد صلى الله عليه وعلى آله وسلم، اختم يومي بخير وشهري بخير والسنة بخير وعمري بخير، إنك على كل شيء قدير. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. പ്രിയമുള്ളവരെ, ഈ പുണ്യമാക്കപ്പെട്ട ദുആയുടെ അർത്ഥം എന്താണെന്ന് പഠിച്ചാലോ? വളരെ എളുപ്പമുള്ള ദുആയാണ്. ആദ്യം തന്നെ ഹംദ് പറയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ റബ്ബിനാണ് സർവസ്തുതിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അതിനുശേഷം പുണ്യമാക്കപ്പെട്ട ഈ ദുആയുടെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുമ്മ യാ മൻ ഖതംത നുബുവത വറിസാലത ബിസയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒക്കെയും കരളിൻ്റെ കാതലായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റിസാലത്ത് കൊണ്ടും നുബുവത്ത് നൽകിക്കൊണ്ടും അവസാനത്തെ നബിയാക്കി അവസാനത്തെ റസൂലുമാക്കിയ അല്ലാഹുവേ, മുത്തുനബിയെ അന്ത്യപ്രവാചകനാക്കിയ റബ്ബേ, അവസാന നുബുവത്തും അവസാന റിസാലത്തും നൽകിയ മുത്തുനബി തങ്ങൾക്ക് നൽകിയ ലോകരക്ഷിതാവായ പടച്ചവനെ, ഇഖ്തിം യൗമി ബിഖൈർ. എൻ്റെ ദിവസം നീ ഖൈറിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. എൻ്റെ ദിവസം, ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ ദിവസം ഉണ്ടല്ലോ, ഈ ദിവസം എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാക്കി തരണേ അല്ലാ എന്ന് പറയാൻ. വശഹരി ബിഖൈർ. എൻ്റെ മാസം മുഴുവനും എനിക്ക് ഖൈർ തരണേ അല്ലാ. വസനതി ബിഖൈർ. എൻ്റെ ഒരു വർഷം മുഴുവനും ഖൈർ തരണേ അല്ലാ. വഉംരി ബിഖൈർ. എൻ്റെ ഒരായുസ് മുഴുവനും എനിക്ക് ഖൈർ തരണേ അല്ലാ. സന്തോഷം തരണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നീയാണ് മുഴുവൻ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ, നീയാണ് റബ്ബേ. അതുകൊണ്ട് തന്നെ എൻ്റെ ദിവസം സന്തോഷത്തിലാക്കണേ അല്ലാ. എൻ്റെ മാസം മുഴുവനും സന്തോഷം തരണേ അല്ലാ. ഈ വർഷം മുഴുവനും സന്തോഷം തരണേ അല്ലാ. എൻ്റെ ആയുസ്സിൽ മുഴുവനും സന്തോഷവും ഖൈറും തരണേ അല്ലാ. നിനക്കതിനു പറ്റും റബ്ബേ, നീയാണ് കഴിവുള്ളവൻ അല്ലാ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശേഷം സ്വലാത്തും ഹംദും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമാക്കപ്പെട്ട ദുആ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചൊല്ലൂലേ? ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിൽ തയ്യാറാണ് ഉസ്താദ് എന്ന് പറയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉടനീളം സന്തോഷവും സമാധാനവും നൽകി അല്ലാഹു എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.